ഒക്കെ ഇലകൾ ഉണങ്ങിയ ഇലകൾ പറമ്പിൽ ഉണങ്ങിയ ഇലകളൊക്കെയാണ് ചട്ടിയിൽ നിറയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് തൈകൾ നടാനുണ്ട്. കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഇവിടെയൊക്കെ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് ഓരോ ചട്ടിയിലേക്ക് ആക്കി നടണം. അപ്പോൾ അതിന് ചട്ടിയിൽ നമുക്ക് അടിവശത്ത് അടിവളം ഇതിന് ആവശ്യമില്ല, മുകളിൽ മാത്രം മഴ ആവശ്യമുള്ളൂ. അപ്പോൾ അടി നമ്മൾ വെറുതെ കുറച്ച് ഇലകളൊക്കെ ഇട്ടിട്ട് ഇലകളൊക്കെ ഇതാക്കും. അതിൻ്റെ മുകളിൽ മൊത്തത്തിൽ ചാണകപ്പൊടി പിണ്ണാക്കി ഇട്ടിട്ട് നട്ടാൽ മതി. അതിൻ്റെ വേരുകൾ അടിയിലേക്ക് പോകില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിയിൽ കല്ല് ഇതൊക്കെ ഇട്ട് നിറയ്ക്കുക. പക്ഷെ അത് വെയിറ്റ് കൂടും. എന്തേലും ഇട്ട് ഇലയാകുമ്പോൾ പിന്നെ വെയിറ്റ് ഉണ്ടാവില്ല. ഒരു 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ സെറ്റായി പോകും. നിറച്ച് ഇലകൾ 4 ചട്ടിയിൽ ഇലയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇലകളിൽ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പറക്കളയണം. എന്നിട്ട് മുറിക്കുക. 2 ദിവസം തന്നെ വെച്ചിരുന്നത് വെള്ളം നനച്ച് വെച്ചൊന്ന് ജാമാക്കിയതിന് ശേഷം പിന്നെ മുകളിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നടുള്ളൂ. സെറ്റാക്കിയതിന് ശേഷം തണലത്തേക്ക് വയ്ക്കാനാണ്, വെയിലത്ത് വയ്ക്കരുത്. ഞാൻ തണൽ ഷേഡ് വെച്ച് കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഇത് ചാക്കൊണ്ടൊന്ന് മൂടിയിട്ടുണ്ടായി. ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് ഇട്ടപ്പോഴേക്കും ഇതൊന്ന് അമങ്ങി സെറ്റായി പോകും. ഒരാഴ്ച വെച്ച് കഴിഞ്ഞാൽ അമങ്ങി സെറ്റായി പോകും. പിന്നെ മുകളിൽ ഇത്തിരി ഡ്രൈക്കുറമ്മയും സൂഡോമോണസിൻ്റെയും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രൈക്കുറമ്മയുടെയും സൂഡോമോണസിൻ്റെയും പൊടി ലേശം മുകളിൽ ഇട്ട് കൊടുക്കുന്നു എല്ലാത്തിലും. എന്നിട്ട് ചാക്കുകൊണ്ട് വെള്ളം നനച്ചതിന് ശേഷം ചാക്കുകൊണ്ട് ഇതൊന്ന് മൂടിയിടാം. ഈ വെള്ളം നനച്ചിട്ട് അത്ര ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കൊന്ന് വിരിക്കുമ്പോൾ അതിന് മുകളിൽ ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും ഇട്ടിട്ട് ഡ്രാഗൺ തൈ നട്ടാൽ മതി. നമുക്ക് ചട്ടിക്ക് അധികം വെയിറ്റ് ഉണ്ടാവില്ല. എന്നാണ് പറമ്പിലെ കുറേ ഇലയും വേസ്റ്റൊക്കെ അങ്ങനെ പോയി കിട്ടുകയും ചെയ്യും. ഞാൻ മുകളിൽ കുറച്ച് വെള്ളം തെളിച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ ഇന്നിരിക്കും. വല്ലാണ്ട് വളമൊന്നും ആവില്ല. ഒരാഴ്ച കൊണ്ട് നമ്മൾ ചവിട്ടി ഇങ്ങനെ നല്ലോണം അമർത്തി ജാമാക്കിയാൽ മതി. ഇനി ചെയ്യണം, ഇനി തുറക്കണമായിരുന്നു. ഒരാഴ്ച ആയിട്ട് നല്ലോണം ചവിട്ടി ജാമാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചാണകപ്പൊടി വേപ്പും പിണ്ണാക്കും ഒരു 2 ഇഞ്ച് കനത്തിലിട്ടിട്ട് മുകളിൽ വെറുതെ നടേണ്ട ആവശ്യമില്ല, വെറുതെ വെച്ച് കൊടുത്താൽ മതി. പ്ലാന്റ് വെച്ചിട്ട് കെട്ടി കൊടുക്കുക. പിന്നെ വേര് നമ്മൾക്ക് വന്നു തുടങ്ങി. മുകളിലേക്ക് മാത്രമേ വേരുണ്ടാവുള്ളൂ, അടിയിലേക്ക് വേരിറങ്ങില്ല. അപ്പോൾ അടിയിൽ നമ്മൾ വളം ഇട്ടിട്ടൊന്നും കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ ഇട്ടത് ചില കല്ലും കെട്ടിട്ടാലും മതി അടിയിൽ. പക്ഷേ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന പറമ്പിൽ ഇലയൊക്കെ ഇട്ടത്. അപ്പോൾ ചട്ടിക്ക് വലിയ വെയിറ്റ് ഉണ്ടാവില്ല, ഭാരം ഉണ്ടാവില്ല. ഇപ്പോൾ അതിനുവേണ്ടിയാണെന്ന് വെച്ചാൽ പിന്നെ ചവറ് പറമ്പിലൊക്കെ പോയി കിട്ടുകയും ചെയ്യും. അത്ര